Good evening, everybody. Welcome to Leicester Athena. യുക്മയുടെ നേതൃത്വത്തിൽ അലൈഡ് ഫൈനാൻഷ്യൽ സർവീസസ് സ്പോൺസർ ചെയ്യുന്ന 2014 ചിത്രഗീതം എന്ന പരിപാടിയും അതോടൊപ്പം തന്നെ യുക്മയുടെ സാഹിത്യ വേദി ആഹ്വാനം ചെയ്ത നമ്മളൊരു മത്സരം നടത്തുകയുണ്ടായി. അതിലെ മത്സരാർത്ഥികളായ 5 മത്സരാർത്ഥികളാണ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ഒരു മത്സരവും ഇവിടെ നടത്തപ്പെടുകയാണ്. ആദ്യമായിട്ട് തന്നെ നമ്മളുടെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഔദ്യോഗികമായ വെൽക്കം സ്പീച്ചിനായി യൂണിയൻ ഓഫ് UK മലയാളി അസോസിയേഷൻ എന്ന ചുരുക്കപ്പേരിൽ യുഗ്മ എന്നറിയപ്പെടുന്ന അസോസിയേഷന്റെ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീമതി ബീന സെൻസിനെ സ്വാഗത പ്രസന്നമായി ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. UK മലയാളികൾക്കായി യുഗ്മ ആദ്യമായി ഒരുക്കുന്ന ഒരു മെഗാഷോയാണിത്. തെന്നിന്ത്യയിലെ തന്നെ വാനമ്പാടി എന്നറിയപ്പെടുന്ന നമ്മുടെ ചിത്രചേച്ചിയും ടീമുമാണ് ഈ പരിപാടിയിൽ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ചിത്രചേച്ചിയുടെ പാട്ടുകൾ നമ്മളെല്ലാവരും വളരെയധികം കേട്ടിട്ടുണ്ട്. എന്നാലും ഇവിടെ ഇരിക്കുന്ന പലരും ചിത്രചേച്ചിയെ നേരിട്ട് കാണുകയോ നേരിട്ട് ആ സ്വരം ശ്രവിക്കുകയോ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് നമുക്ക് കിട്ടിയ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇത് ഒരുക്കുവാൻ വേണ്ടി യുഗ്മയ്ക്ക് സാധിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു. ചിത്രചേച്ചിയെ ഈ ഷോയിലേക്ക് ചിത്രചേച്ചിയെയും ചേച്ചിയുടെ കുടുംബത്തെയും ഈ ഷോയിലേക്ക് ഈ UK എല്ലാ മലയാളികളുടെയും പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചിത്രചേച്ചിയോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പിഷാരടിയും നാദിഷായും ചേർന്ന ഒരു കൂട്ടം കലാകാരന്മാരും കലാകാരികളുമാണ്. ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ സമയം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഈ മെഗാഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഈ പരിപാടി ഇവിടെ നടത്തുവാനും ഈ പരിപാടി വിജയിപ്പിക്കുവാനും വേണ്ടി വളരെയധികം പരിശ്രമിച്ച നമ്മളുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ യുഗ്മയുടെ പ്രിയ സാരഥി ശ്രീ വിജി KP ആണ്. അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തെ യുഗ്മ ഫാമിലിയുടെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം അർപ്പിക്കാനുള്ളത് യുഗ്മയുടെ ഈ പരിപാടിയുടെ മെഗാ സ്പോൺസറും യുഗ്മയുടെ ആദ്യകാലം തൊട്ട് തന്നെ എല്ലാ പരിപാടികളിലും സ്പോൺസർ ചെയ്ത് നമ്മളെ സഹായിക്കുന്നതുമായ അലൈഡ് ഫിനാൻസിനും ടീമിനുമാണ്. അവരെ യുഗ്മയുടെ പേരിലും നാഷണൽ കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ശോഭനെ ഞങ്ങൾ പ്രത്യേകമായും ഈ മെഗാഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം പറയാനുള്ളത് നമുക്ക് ഇവിടെ ഈ വേദി ഒരുക്കി തന്ന ഈ ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയാണ്. ഈ അസോസിയേഷനിലെ എല്ലാ ഭാരവാഹികളെയും കുടുംബത്തെയും ഈ മെഗാഷോയിലേക്ക് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇങ്ങനെയൊരു വേദി ഇവിടെ നടത്തുവാൻ ഞങ്ങളെ സഹായിച്ചതിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി പറയുവാനുള്ളത് നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി സൗണ്ടും ലൈറ്റും എല്ലാം തന്ന് നമ്മളെ സഹായിക്കുന്ന ശ്രുതി സൗണ്ട് ടീമിനാണ്.
അവരെ ഈ മെഗാഷോയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് യുഗ്മ ആദ്യമായി സംഘടിപ്പിക്കുന്ന യുഗ്മ സ്റ്റാർ സിംഗറിൻ്റെ ഫൈനൽ നടക്കുകയാണ്. എല്ലാ മത്സരാർത്ഥികളെയും അവരുടെ കുടുംബത്തെയും ഈ മെഗാഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി പറയുവാനുള്ളത് നിങ്ങൾ ഓരോരുത്തർക്കും ആണ്. ഈ പരിപാടിയുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. ഈ വിലയേറിയ ജീവിത തിരക്കിനിടയിലും ഈ പരിപാടി കാണുവാൻ വേണ്ടി സമയം കണ്ടെത്തി ഇവിടെ വന്നു ചേർന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ മെഗാഷോയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം യുഗ്മ സ്റ്റാർ സിംഗറിലെ എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി യൂണിയൻ ഓഫ് UK സംഘടിപ്പിച്ച സാഹിത്യവേദി സംഘടിപ്പിച്ച യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 1 മുഖ്യ അവതാരകരായ ജോയ് അഗസ്ത്യയെ നമ്മുടെ മത്സരങ്ങളുടെ ഗതികളും വിവരങ്ങളുമായി ജോയ് അഗസ്ത്യനെ ഈ സ്റ്റേജിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. മാരുവില്യൻ ചാരുതയാർന്ന മധുരഗാനങ്ങൾ മധുമഴയായി പെയ്യാനെത്തുന്ന ഈ മാസ്മരിക വേദിയിലേക്ക് യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 1 ഗ്രാൻഡ് ഫിനാലയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുരിമുണ്ട് ചുറ്റി മലയാളിയുടെ മനസ്സിന്റെ ശ്രീകോവിലിൽ ചിരപ്രതിഷ്ഠ നേടിയ പാട്ടിന്റെ ദേവത പത്മശ്രീ KS ചിത്ര. ഗ്രീക്ക് ദേവതയായ അഥീനയുടെ നാമധേയത്തിലുള്ള ഈ ദേവാങ്കണത്തിൽ പാട്ടിന്റെ പാഴാഴി തീർക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാം കണ്ടെത്തുകയാണ് നമ്മുടെ സ്വന്തം UK മലയാളിയുടെ സ്വന്തം സംഗീത ചക്രവർത്തിയെ അഥവാ ചക്രവർത്തിനിയെ. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പായി നമ്മുടെ ഈ മത്സരം ലൈവ് ഷോ ആണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നണിക്കാരെ എല്ലാവരെയും ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഈ മത്സരത്തിൻ്റെ വിധികർത്താക്കളെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളെ നാം ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും ഏറ്റവും ഊഷ്മളമായും സ്വീകരിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ്യ വിധികർത്താവായ ചിത്ര ചേച്ചിയെ നമുക്ക് ഏവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ കരഘോഷത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. പത്മശ്രീ KS ചിത്ര. എല്ലാവർക്കും നമസ്കാരം. ലണ്ടനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ജഡ്ജായിട്ടിരിക്കേണ്ടി വരും എന്നുള്ളത് ശരിക്കും ഇവിടെ വന്ന ശേഷമാണ് അറിഞ്ഞത്. ഏതായാലും ഇന്നിവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, കുട്ടികളാണോ മുതിർന്നവരാണോ എന്ന് എനിക്കറിയില്ല, ഏതായാലും 23 പേരിൽ നിന്നും 5 പേരായി ചുരുങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നല്ല പാട്ടുകാർ തന്നെയായിരിക്കും. അവർക്ക് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ, അതിനുള്ളൊരു അനുഗ്രഹം ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ചിത്ര ചേച്ചി. താങ്ക് യു. ചിത്ര ചേച്ചിയോടൊപ്പം വിധി നിർണയം നടത്തുന്നത് നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ ഒരു സകല കലാവല്ലഭനായ ശ്രീ നാദിർ ഷയാണ്. നാദിർ ഷയ്ക്ക് നമുക്ക് ഒരു വലിയ കയ്യടിയോടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. നാദിർ ഷാ. നമസ്കാരം. ഇവിടെ ഒരു വലിയ സദസ്സ് ഒരുങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പിൽ 5 പേരല്ലേ 5 പേര് മത്സരിക്കുക എന്ന് പറയുന്ന കാര്യമായിട്ട് നിങ്ങളുടെ മുമ്പിലെത്തുന്ന പാട്ട്, അതിന്
അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയെ പോലെ ഒരു ജഡ്ജ് അവരുടെ ഭാവിയിൽ എന്നെന്നും ഓർത്തിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ചിത്ര ചേച്ചി ജഡ്ജ് ചെയ്യുന്ന ആ ഒരു വേദിയിൽ അവർക്ക് പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് അവർക്ക് കിട്ടാവുന്ന ഇന്ന് ലഭിക്കാവുന്ന സമ്മാനങ്ങൾ ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഞാൻ കരുതുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു നാദിഷ, താങ്ക് യു വെരി മച്ച്. മത്സരം ആരംഭിക്കുന്നതിന് മുമ്പായി ഈ സംഗീത യാത്രയുടെ യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 1 ആശയവും ആവിഷ്കാരവും നിർവഹിച്ചവരിൽ ചിലരെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. യുഗ്മ സ്റ്റാർ സിംഗർ സീസൺ 1 എന്ന ഈ സംഗീത യാത്രയുടെ ആശയം ആദ്യമായി അവതരിപ്പിച്ചത് പാട്ടിനെ സ്നേഹിക്കുന്ന, പാട്ടിനെ ആരാധിക്കുന്ന ഒരു പാട്ടുകാരൻ കൂടിയായ ഒരു പാലാക്കാരനാണ്. സംഘാടകനായി പോയി എന്നതുകൊണ്ട് മാത്രം ഒരുപക്ഷെ ഇന്ന് ഈ വേദിയിൽ നമ്മുടെ പ്രിയങ്കരിയായ ചിത്ര ചേച്ചിയുടെ മുന്നിൽ പാടാൻ കിട്ടുമായിരുന്ന അവസരം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ ആ വിഷമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പാട്ടുകാരനായ പാലാക്കാരനായ ശ്രീ ഹരീഷ് പാല. ഇദ്ദേഹത്തോടൊപ്പം സ്റ്റാർ സിംഗറിന്റെ ആവിഷ്കാരത്തിൽ മുഖ്യ പങ്ക് വഹിച്ച UK മലയാളികൾക്ക് ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത മറ്റൊരു കലാകാരനുണ്ട്. സംഗീതരചന, സംഗീത സംവിധാനം, നാടകരചന, നാടക സംവിധാനം, അഭിനയം, സിനിമാഭിനയം തുടങ്ങി കലയുടെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം അടുത്തയാഴ്ച മുതൽ ലണ്ടനിൽ നടക്കുന്ന ചിത്രീകരണം ആരംഭിക്കുന്ന ഒരു ബിലാത്തി പ്രണയകഥ എന്ന സിനിമയുടെ സംവിധായക മേലങ്കി കൂടി അണിയുകയാണ് ശ്രീ കനേഷ്യസ് അത്തിപ്പൊഴി. അദ്ദേഹം ഇന്ന് നിർഭാഗ്യവശാൽ ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഇനിയുമുണ്ട് പ്രമുഖരായ ചിലർ, അവരെ പരിചയപ്പെടുത്തുവാൻ ശ്രീ ഹരീഷിനെ ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്നൊരു കടമയാണ് എനിക്കുള്ളത്. ഈ ഒരു പരിപാടി ഒരു വൻ വിജയമാക്കി തീർത്ത നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ആദ്യമായി ഞാൻ നന്ദി പറയുന്നത് ഈ പരിപാടിയിൽ ആദ്യം മുതൽ വന്ന കണ്ടസ്റ്റൻസിനോടാണ്. കാരണം 23 കണ്ടസ്റ്റൻസിന് വെച്ച് തുടങ്ങിയ ഒരു പരിപാടിയാണ്. അതിൽ പല പല ഘട്ടങ്ങളിലായി എലിമിനേഷൻ വഴി 18 പേർ വിട പറഞ്ഞു. ഇപ്പോൾ 5 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും നിങ്ങളുടെ മുമ്പിൽ മാറ്റുരയ്ക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ഇവരോടെല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ്. പിന്നെ മറ്റൊരു വ്യക്തി ഈ ഒരു ഘട്ടം വരെ, ഈ സെമി ഫൈനൽ കടന്ന് ഈ ഗ്രാൻഡ് ഫിനാലെ എത്തുന്നിടം വരെ ഈ പരിപാടി ജഡ്ജ് ചെയ്ത ശ്രീ TP നിഷാന്ത് സർ, അദ്ദേഹത്തിനാണ് ഞാൻ ഏറ്റവും വലിയ നന്ദി പറയുന്നത്. കാരണം സിംഗപ്പൂരിലിരുന്നു കൊണ്ട് അദ്ദേഹം വീഡിയോ വഴി ഇതെല്ലാം ജഡ്ജ് ചെയ്ത് നമുക്ക് അതിൻ്റെ വീഡിയോസ് അയച്ചു തന്ന് ഈ കണ്ടസ്റ്റൻസിന് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് വളരെയധികം ടിപ്സും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരെ ഈ ഒരു ഘട്ടം വരെ എത്തിച്ചു. അതുമാത്രമല്ല, ഈ സെമി ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷവും അവർക്ക് ഗ്രൂമിംഗ് സെഷൻ വരെ കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ നന്ദി ഞാൻ പറയുകയാണ്. ഞാൻ മൈക്ക് ജോയ് പോലീസിന് കൈമാറുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.